മംഗളവാർത്ത 1 വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കണ്ണുണ്ടായിട്ടും കാണാത്തവരെയും കാതുണ്ടായിട്ടും കേൾക്കാത്തവരെയും ഉദ്ദേശിച്ചാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചതത്രേ. കടന്നു പോകുന്ന ലോകത്തിലെ കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും പുറകെയാണ് മനുഷ്യൻ. സ്വർഗീയ കാര്യങ്ങൾ കാണാനും കേൾക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ കാഴ്ചയും കേൾവിയും പരിപൂർണമാവുക. ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ ദൈവത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. അതിലൊക്കെ ദൈവിക രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പഠിപ്പിക്കാനാണ് യേശു ലോക കാഴ്ചകളെ മുന്നിട്ട് ഉപമകൾ പറഞ്ഞത്. എന്നാൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പതിപ്പ് മനുഷ്യസൃഷ്ടി തന്നെയാണ്. ദൈവം ഓരോ മനുഷ്യരിലും ഒളിഞ്ഞിരിക്കുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന സത്യം ലോകത്തെ പഠിപ്പിക്കുവാനാണ് ദൈവം മനുഷ്യനായി പിറന്നത്. സരളഹൃദയർക്കും നിർമ്മല ഹൃദയർക്കും മാത്രമേ അവനെ തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും കഴിഞ്ഞുള്ളൂ. അവനിൽ ഇടറെ അനേകർക്ക് കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുവാനും കാതുണ്ടായിട്ടും കേൾക്കാതിരിക്കുവാനും അങ്ങനെ മാനസാന്തരപ്പെടാതിരിക്കുവാനും അവരുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. ഉപയോഗിക്കാത്ത ഇരുമ്പ് തുരുമ്പെടുത്ത് നശിക്കുന്ന പോലെയാകും അവരും.